നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. 2024 ഡിസംബർ മാസം 2-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് വൃശ്ചിക മാസം 17-ാം തീയതിയാണ്. അത് ഇന്ത്യൻ തീയതിയിൽ വരുമ്പോൾ മാർഗ്ഗശീർഷ മാസം 12-ാം തീയതിയാണ്. തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ 6:25 അസ്തമയം വൈകുന്നേരം 5:58 അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി പ്രഥമ തിഥിയാണ്. പ്രഥമ തിഥി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:42 വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ദ്വിതീയ തിഥിയാണ് ആരംഭിക്കുക. അതുപോലെ തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 വരെ ഉണ്ടായിരിക്കും. പിന്നീട് മൂലം നക്ഷത്രമാണ് ആരംഭിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 മുതലാണ് തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 അപ്പോൾ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മുതൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് വരെയാണ് തൃക്കേട്ട നക്ഷത്ര സമയം. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതായത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 മുതൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 വരെയുള്ള സമയമാണ് തൃക്കേട്ട നക്ഷത്ര സമയം. അത് കഴിഞ്ഞാൽ പിന്നെ മൂല നക്ഷത്രമാണ് ആരംഭിക്കുക. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് ചിന്തിക്കാം തൃക്കേട്ട നക്ഷത്ര പ്രകാരം, കാരണം തിങ്കളാഴ്ച പകൽ സമയം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമല്ലേ. അപ്പോൾ തൃക്കേട്ട നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ആദ്യം ചിന്തിക്കാം. തൃക്കേട്ട നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക, അതായത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 വരെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നാളുകാർ ഉത്രട്ടാതി, രേവതി, മകം, ആയില്യം, അനിഴം, ചോതി, അത്തം എന്നീ നാളുകാർക്കാണ്. അപ്പോൾ ഇവർക്ക് സൗഭാഗ്യമായ നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പ്രതീക്ഷിക്കാം. അനുകൂലമായ ദിവസമാണ്. യാതൊരു വിധത്തിലും അവർ പ്രയാസപ്പെടുവാനോ ഭാരപ്പെടുവാനോ ഇടയില്ല. അനുകൂലമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 വരെ ഉത്രട്ടാതി, രേവതി, മകം, ആയില്യം, അനിഴം, ചോതി, അത്തം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഈ തൃക്കേട്ട നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:47 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം ഒരു നിമിഷം കൊണ്ടല്ലേ മനുഷ്യരുടെ ജീവിതമൊക്കെ പ്രശ്നങ്ങളിലും ഓരോ വിഷയങ്ങളിലുമൊക്കെ അകപ്പെട്ട് അവരുടെ ജീവിതം തകർന്നു പോകുന്നു. അതുകൊണ്ടാണ് ജ്യോതിഷം പ്രത്യേകിച്ച് പറയുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ് നൽകുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 വരെയുള്ള സമയത്ത് അശ്വതി, ഭരണി, കാർത്തിക, വിശാഖം, ചിത്തിര, ഉത്രം എന്നീ നാളുകാർ സൂക്ഷിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ചതിക്കുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനപരമായ നഷ്ടം വരുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ആപത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയും ഒന്ന് കരയുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 100% വരണമെന്നില്ല. നിങ്ങളുടെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരുപക്ഷെ അത് തട്ടിപ്പോയെന്ന് വരാം. അതുപോലെ തന്നെ ദശാകാലത്തിന് നേട്ടം കൊണ്ട് മാറ്റം വന്നെന്ന് വരാം. പക്ഷേ എങ്കിലും ഒരു കരുതൽ വേണം, ഒരു സൂക്ഷ്മത വേണം എന്നുള്ളതാണ് ജ്യോതിഷം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 വരെയുള്ള സമയം അശ്വതി, ഭരണി, കാർത്തിക, വിശാഖം, ചിത്തിര, ഉത്രം എന്നീ നാളുകാർ സൂക്ഷിക്കണം. എപ്പോൾ മുതലാണ് സൂക്ഷിക്കേണ്ടത്? ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 മുതലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലായല്ലോ. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രം മൂലനക്ഷത്രമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ മൂലനക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളാണ് 27 നക്ഷത്ര ജാതകർക്കും വന്നു ചേരുക. അപ്പോൾ മൂലനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം. മൂലനക്ഷത്ര പ്രകാരം രേവതി, വിശാഖം, ചിത്തിര, പൂരം, അശ്വതി, തൃക്കേട്ട. അപ്പോൾ ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 മുതൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉള്ളവർ ആ പ്രതികൂലങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടും. എപ്പോഴാണ്? തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 കഴിയുമ്പോൾ നക്ഷത്രം മാറുന്നതനുസരിച്ച് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും മാറും. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:47 മുതൽ രേവതി, വിശാഖം, ചിത്തിര, പൂരം, അശ്വതി, തൃക്കേട്ട എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് മൂലനക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. കാർത്തിക, രോഹിണി, മകീരം, അനിഴം, ചോതി, അത്തം എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതികൂലം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണമെന്ന് പറയുന്നു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 മുതൽ മൂലനക്ഷത്രപ്രകാരം കാർത്തിക, രോഹിണി, മകീരം, അനിഴം, ചോതി, അത്തം എന്നീ നാളുകാർക്കാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത്. സൂക്ഷിക്കണം. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഇനി തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:25 മുതൽ 7:55 വരെയുള്ള സമയം വളരെ നല്ല സമയമാണ്, ശുഭസമയമാണ്. ആ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നീട് 10:55 മുതൽ ഉച്ചകഴിഞ്ഞ് 3:25 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഇതര
ഉദ്യോഗസ്ഥരൊക്കെ ശുഭസമയമൊക്കെ നോക്കിയില്ലെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ശുഭസമയത്ത് തന്നെയാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. 10 മണി തിങ്കളാഴ്ച ദിവസം രാവിലെ 10:55 മുതൽ ഉച്ചകഴിഞ്ഞ് 3:25 വരെയുള്ള സമയമാണ് ശുഭസമയം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് അഭിജിത്ത് മുഹൂർത്തമാണ്. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് 11:36 മുതൽ 12:24 വരെയുള്ള സമയമാണ്. 2 നാഴിക സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അപ്പോൾ ഈ മുഹൂർത്ത സമയം ജ്യോതിഷപ്രകാരം സമയം നോക്കിയാലും നോക്കാത്തവരും എല്ലാം ഈ സമയത്ത് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വിവാഹമൊക്കെ ഇതര മതസ്ഥരുടെ വിവാഹമൊക്കെ നടക്കുന്നത് ഈ സമയത്തൊക്കെ തന്നെയാണ്. അതായത് ഈ അഭിജിത്ത് മുഹൂർത്ത സമയത്താണ്. 11:36 മുതൽ 12:24 വരെയുള്ള സമയത്താണ് ആ കാര്യങ്ങൾ പ്രധാനപ്പെട്ട ചടങ്ങ് അവർ നടത്തിയെടുക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 2 ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ 29, 20 ഒക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ടുപേരും അപ്രകാരമുള്ളവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:01 മുതൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം മകരൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നു. ധനുരാശിയിൽ കൂടി സഞ്ചരിച്ച ശുക്രൻ ഇനി മകരൻ രാശിയിലേക്കാണ്. അപ്പോൾ മകരൻ രാശിയിൽ വരുമ്പോൾ ഉത്രാടം, മുക്കാലി, തിരുവോണം, ഔട്ടം 2 പാദ നക്ഷത്രങ്ങളിൽ കൂടി ഈ ശുക്രൻ സഞ്ചരിക്കുക. അപ്പോൾ ഒരുപാട് നാളുകാരുടെ അല്ലെങ്കിൽ ഇപ്പോൾ കൂറനുസരിച്ച് പറഞ്ഞാൽ പല കൂറുകാർക്കും ഇനി നേട്ടത്തിൻ്റെ സമയമാണ്. ദോഷമായിട്ട് അനുഭവിച്ചവർക്കൊക്കെ ഇനി മാറ്റം വന്ന് അവർക്ക് നല്ല കാലം വരാൻ പോവുകയാണ്. 1 മാസം സമയമുണ്ട്. ആ 1 മാസം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരും. ഇപ്പോൾ നേട്ടം അനുഭവിച്ചവർക്കൊരു ധനുരാശിയിൽ കൂടി ശുക്രൻ സഞ്ചരിച്ചപ്പോൾ മോശമായ അനുഭവത്തെ വന്നവർക്ക് ഇനി നേട്ടമാണ്. നേട്ടമുള്ള അനുഭവത്തെ കിട്ടിയവർക്ക് ഇനി കോട്ടമാണ് വരാൻ പോവുക. അപ്പോൾ അത് ഒരു ജീവിതത്തിലെ ഒരു മാറ്റമാണ് എന്നുള്ളത്. അപ്പം പെട്ടെന്ന് ആൾക്കാർ ചിന്തിക്കും, പക്ഷെ ഇന്നലെ വരെ എനിക്ക് കുറച്ച് ദിവസമൊക്കെ എനിക്ക് കഴിഞ്ഞ മാസമൊക്കെ നല്ല നേട്ടമായിരുന്നു, അല്ലെങ്കിൽ നല്ല ഹാപ്പിയായിട്ട് ഞാൻ ജീവിച്ചു പോന്ന പെട്ടെന്നൊരു മാറ്റം വന്നു, ആരോണ്ട് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ചെയ്തൊന്നുമല്ല കേട്ടോ, അത് ഈ ഗ്രഹങ്ങൾ മാറുന്നതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങൾക്കൊരു കുറവ് വരും. അപ്പോൾ ജീവിതാനുഭവങ്ങൾ നമ്മളൊരു പരാജയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മോശമായ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു നല്ല അനുഭവം വരുമ്പോൾ നമ്മൾ ആരും ചെയ്തതാണെന്ന് നമ്മൾ പറയത്തില്ല. അപ്പോൾ അത് ദൈവം തന്നതാണെന്നും പറയത്തില്ല, എങ്ങനെ വന്നതാണെന്ന് നമ്മൾ പറയത്തില്ല. പക്ഷേങ്കിൽ ഒരു കുറവ് വരുമ്പോഴെന്ത് പറയും? ആരാണ്ട് എനിക്കിട്ട് ഒപ്പിച്ചു എന്ന് പറയും. അങ്ങനെയൊന്നുമല്ല, ഗ്രഹങ്ങൾ മാറുന്നത് കൊണ്ടുള്ള മാറ്റമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് നേട്ടം അനുഭവിച്ചു. ധനുരാശിയിൽ കൂടി ശുക്രൻ സഞ്ചരിച്ചപ്പോൾ നേട്ടം വന്നു ചേർന്നവർക്ക് ഇനി കോട്ടമായിരിക്കും. അതുപോലെ തന്നെ ഇനി ഈ ശുക്രൻ മകരൻ രാശിയിലേക്ക് വരുമ്പോൾ ഇതുവരെ കഷ്ടത അനുഭവിച്ചവർക്ക് വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് തിങ്കളാഴ്ച ദിവസം തൃക്കേട്ട നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളതാണ് പറയുന്നത്. തിങ്കളാഴ്ച ദിവസം ചതയം, ഉത്രാടം, കാർത്തിക, രേവതി, തിരുവാതിര, ആയില്യം, ചോതി, ഉത്രം, കേട്ട എന്നീ നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 വരെയുള്ള സമയം തൃക്കേട്ട നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചതയം, ഉത്രാടം, കാർത്തിക, രേവതി, തിരുവാതിര, ആയില്യം, ചോതി, ഉത്രം, കേട്ട എന്നീ നാളുകാർക്കാണ് ധനം വന്നു ചേരുവാനുള്ള സാധ്യത. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 വരെ തൃക്കേട്ട നക്ഷത്രപ്രകാരം. 3:47 മുതൽ മൂലം നക്ഷത്രമാണല്ലോ. അപ്പോൾ മൂലം നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണെന്ന് ചിന്തിക്കാം. തിരുവോണം, പൂർട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം ഇവർക്കാണ് മൂല നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:47 മുതൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ടുള്ള നേട്ടം അറിയുവാൻ അത് ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടം വന്നു ചേരുന്നതെന്ന് അറിയാൻ നക്ഷത്രഫലം കേൾക്കണം. അപ്പോൾ അത് കേട്ടാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. ഭഗവാൻ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.